ഇക്ബാലിൻ്റെ കവിതകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്ബാലിനെ വെറും ഒരു കവി എന്നുള്ളതിനപ്പുറം ഒരു സമൂഹത്തിനെ ഉണർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളാണ് ഒന്നും കൂടി പരാമർശിക്കപ്പെടേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വരികളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് പിന്നെ ഒരു നസീഹത്ത് നൽകുന്ന ഒരു ഉപദേശം നൽകുന്ന പോലെ പല ശാരികൾ കാവ്യങ്ങളൊക്കെ അങ്ങനെയാണ്. സമൂഹത്തിനൊരു നിഷ്ക്രിയമായിട്ട് നിസ്സംഗമായിട്ട് ഇങ്ങനെ അലസതയോടെ ഇരിക്കണേന് അദ്ദേഹം ഇഷ്ടപ്പെടുന്നതായിട്ട് വിമർശിക്കുന്നുണ്ട്. സമൂഹത്തിലെപ്പോഴും ഒരു ഊർജസ്വലായിട്ട് നിരന്തരം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം ഉണ്ടാക്കുന്നുണ്ട്. ഒരു കവിത ഭയങ്കര ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു സാധനം ഞാൻ ഓർക്കുന്നുണ്ട്. യക്കീന് മുഹക്കം അമൽ പൈഹം മുഹബ്ബത്ത് ഫാത്തിഹ ആലം. യക്കീൻ മുഹക്കം ഉറച്ച വിശ്വാസം, നിരന്തരമായിട്ടുള്ള കർമ്മം, ലോകത്ത് കീഴടക്കുന്ന സ്നേഹം, ഇതൊക്കെയാണ് ജിഹാദെ ജിന്ദഗാനിമേ യഹീ ഹെ മർദോം കി ശംഷീറൻ. ജീവിതത്തിൻ്റെ രണഭൂമിയിൽ ആണുങ്ങളുടെ ആയുധങ്ങൾ ഇത് മൂന്നാണെന്ന് പറഞ്ഞാൽ സത്യബോധത്തെ മനോഹരമാക്കുന്ന സ്വത്വം അത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഹുദി എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റ്. ആ സ്വത്വത്തിന് അദ്ദേഹം ഭയങ്കര പ്രാധാന്യം കൊടുത്തിരുന്നു. ഏത് കൊടുങ്കാറ്റുകൾക്കിടയിൽ ഈ സ്വത്വം അതിൻ്റെ ആ ഒരു അഭിമാനത്തോടെ ഉറച്ചു നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ വേറെ വല്ല വരികളും ഓർമ്മയുണ്ടാവും? അദ്ദേഹം പഠിച്ചത് യൂറോപ്പിലാണെന്നൊക്കെ പറഞ്ഞു. യൂറോപ്പിൻ്റെ ഈ ഒരു വ്യാവസായിക പുരോഗതിയും ആധുനിക സൗകര്യങ്ങളൊക്കെ അദ്ദേഹം വിലമതിക്കുമ്പോഴും ആ യൂറോപ്പിലുള്ള ഒരു ആത്മീയ ശൂന്യത അദ്ദേഹം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും, അതിനെ നിരാകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കവിത ഉണ്ട്, യൂറോപ്പിലെ ഈ പ്രഭാകരണങ്ങളൊന്നും ഹീരാനക്കൾ സക്കാമുജ് ജൽവേ ദാനിഷെ ഫറങ് സുറുമായ എമരി ആങ്ക് കാക്കാക്കെ മദീന വ നജഫ്. ഈ യൂറോപ്പിൻ്റെ പ്രഭാകിരണങ്ങളൊന്നും എൻ്റെ കണ്ണിനെ മഞ്ഞളിപ്പിച്ചിട്ടില്ല. എൻ്റെ കണ്ണുകൾക്ക് സുറുമ മദീനയിലും നജഫിലെയും മൺതരികളാണെന്ന് പറഞ്ഞാണ്ട് തൻ്റെ സ്വത്വത്തെ മുറുകെ പിടിക്കുക, പുറമേ അതിനെവിടെയും അടിയറക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. അപ്പോൾ പിന്നെ നമുക്ക് പരാമർശിക്കേണ്ട പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് തോന്നുന്നത് ഷിക്വ ജവാബെ ഷിക്വ. ഫേമസ് ആയിട്ടുള്ള അതും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഹുദിയെ ഉണർത്തുന്ന രീതിയിൽ. ഷിക്വ ആദ്യം അദ്ദേഹം എഴുതിയപ്പോൾ വളരെ വിവാദം ഉണ്ടായി. റബ്ബിനോട് ദൈവത്തിനോട് മനുഷ്യൻ നടത്തുന്ന ഒരു ആവലാതി പറയുന്ന രൂപത്തിലാണല്ലോ ഷിക്വ എഴുതുന്നത്. കംപ്ലൈൻസ്, പരാതി. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും എന്താണ് ഞങ്ങൾക്ക് വിജയമില്ലാത്തത്? ആ കാലഘട്ടത്തിൽ പലരും അദ്ദേഹത്തെ മതനിന്ദകനായിട്ടൊക്കെ ചിത്രീകരിച്ചു. ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ജവാബെ ഷിക്വ എഴുതുന്നത്. ഷിക്വയിലൂടെ അദ്ദേഹം സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ ആളുകൾക്ക് മുന്നിലെത്തിക്കാനാണ് ശ്രമിച്ചത്. അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനാണ് ജവാബെ ഷിക്വ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം പൂർണ്ണമാവുന്നത് ഈ ഒരു ജവാബെ ഷിക്വയിലൂടെയാണ്. ഇക്ബാലിനെ കുറിച്ച് സമദാനി എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു, ഇക്ബാൽ ഒരു രേഖാചിത്രം എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് മലയാളികൾക്കിടയിൽ ഞാനൊക്കെ ഇക്ബാലിന്റെ കവിതകൾ ആദ്യമായിട്ട് ഒരു കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇക്ബാലിനെ കുറിച്ചൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുല്ലാസൻ നദിയാണ് അതിൻ്റെ അവതാരികയൊക്കെ ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു പുസ്തകമാണ്, അതാണ് ഒന്ന് വായിച്ചിട്ടുള്ളത്. പിന്നെ KP സുധീര എന്ന് പറഞ്ഞൊരു എഴുത്തുകാരി ഇക്ബാലിനെ കുറിച്ച് കുറേ പഠനങ്ങളൊക്കെ നടത്തിയ, അതാണ് ഒന്നുകൂടെ എനിക്ക് ഇക്ബാലിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്.